بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 4 വാക്കുകൾ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണയിലായി ജീവിക്കേണ്ടവരാണ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിലായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയതായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. വദ്ദാകിരീന അല്ലാഹ, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നതായ ആണുങ്ങൾ, കസീറൻ ധാരാളമായിട്ട്, വദ്ദാകിറാത്തി ദിക്ർ ചൊല്ലുന്നതായ പെണ്ണുങ്ങളും, അഅദ്ദല്ലാഹു ലഹും അല്ലാഹു തആല അവർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നു, മഗ്ഫിറത്തൻ പുറത്തു കൊടുക്കലിനെ, വഅജ്റൻ അളീമ വലിയതായ വണ്ണമായതായ പ്രതിഫലത്തെയും അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ മഹത്വമേറിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. കലിമത്താനി 2 വാക്കുകൾ, ഖഫീഫത്താനി അലൽ ലിസാൻ നാവിൻ്റെ മേൽ ഏറ്റവും എളുപ്പമായ 2 വാക്കുകൾ, നാവിൽ പറയാൻ വളരെ ഈസി ആയിട്ടുള്ള 2 വാക്കുകൾ. സഖീലത്താനി ഫിൽ മീസാൻ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്നതും, ഹബീബത്താനി ഇലർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ ധാരാളമായി ചെല്ലുമ്പോൾ നാവിനൊരു പ്രയാസമില്ല, വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്നതാണ്. പക്ഷേ നാളെ മഹ്ശറയിലെത്തിയാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ തൂക്കപ്പെടുമ്പോൾ തിലാസിൽ ഭയങ്കര ഘനമുള്ളതുമാണ് ആ 2 കലിമത്ത്. മാത്രവുമല്ല, ഹബീബത്താനി ഇലർ റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റുകൾ നാം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഇന്നല്ലാഹ ലയർദാ അലൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫഹമിദഹു അലൈഹ ഔ യശ്റബ ശർബത ഫയഹ്മിദഹു അലൈഹ. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ തൊട്ട് തൃപ്തിപ്പെടുകയാണ്. അവൻ
ഒരു പിടി ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഏതാണ് ആ സ്തുതി? അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ, തിന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുക, കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുക, അത് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളതായ വാക്കാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ കെലിമത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അർബഉൻ, 4 അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകളുണ്ട്. അതേതാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 കലിമത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയായ ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ നിന്ന് രാവിലെ പുറപ്പെടുന്നു. എന്തിനു വേണ്ടി? പള്ളിക്ക് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി. ആ ജുവൈരിയ റളിയല്ലാഹു അൻഹ തൻ്റെ മുസല്ലയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിലായിരുന്നു. ജുവൈരിയ റളിയല്ലാഹു അൻഹ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മുസല്ലയിലുണ്ടാകുമ്പോൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ മുസല്ലയിലിരുന്ന് സുബ്ഹിനെ കാത്ത് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നു. എപ്പോഴാണ്? ളുഹ എല്ലാം നിസ്കരിച്ചിട്ട്, പള്ളിയിലെ ളുഹ നിസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും മഹദിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹ താൻ നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, നീ ഇവിടെ തന്നെയുണ്ടോ? എഴുന്നേറ്റിട്ടില്ലേ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ മുസല്ലയിൽ തന്നെ ഉണ്ടല്ലോ, നീ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ, നീ ഇവിടെ നിന്ന് പോയിട്ടില്ലേ, എണിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ളുഹ എല്ലാം നിസ്കരിച്ചിട്ട് എണീക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ് എന്നാണ് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ മറുപടി. ആ നിലക്കാണ്. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ അവിടെ ഇരുന്നിട്ട് കുറേ ദിക്റുകളും തസ്ബീഹുകളുമെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുവൈരിയ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഓ ജുവൈരിയ, നിങ്ങളെങ്കാലും ഒരു 4 കലിമത്ത് 3 പ്രാവശ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, ലഖദ് ഖുൽതി ബഅദകി 4 കലിമാത്തിൻ 3 മർറാത്തിൻ. ജുവൈരിയ, ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയതിൻ്റെ ശേഷം ഒരു 4 കലിമത്തുകളെ ഒരു 3 പ്രാവശ്യം പറഞ്ഞിരുന്നെങ്കിൽ ലൗ ഉസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം, ഇന്ന് ഞാൻ പോയത് മുതൽ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ചൊല്ലിയ എല്ലാ ദിക്റുകളെയും തസ്ബീഹുകളെയും ആ 4 കലിമത്ത് വെറും 3 പ്രാവശ്യം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാത്തിനെയും അത് മുൻകടക്കുമായിരുന്നു. ആ കലിമത്തുകളെയെല്ലാം അത് ഓവർടേക്ക് ചെയ്യുമായിരുന്നു. ഏതാണ് ആ 4 കലിമത്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു 4 കലിമത്തുകളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു 4 കലിമത്തുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഒരാൾ 3 പ്രാവശ്യം പറഞ്ഞാൽ വലിയ ഘനം തൂങ്ങുന്നതാണ് അവന്റെ ത്രാസിൽ എന്ന് ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി ഒരാൾ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയാണ്, നല്ല ദിക്റിന്റെ മജ്ലിസ്. ആ ദിക്റിന്റെ മജ്ലിസിൽ ഒരാൾ ഈ പറയുന്ന ദിക്റ് ചൊല്ലിയാൽ അവന് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? അല്ലെങ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വറ പറയുന്ന ഒരു മജ്ലിസിൽ ഇത് പറഞ്ഞാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം ഹബീബായ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഒരു ദിക്റ് നല്ല ഒരു മജ്ലിസിൽ ഒരാൾ ചൊല്ലിയാൽ, ദിക്റിന്റെ മജ്ലിസിൽ ചൊല്ലിയാൽ എന്തെന്ന്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ദിക്റ് ഒരാൾ ചൊല്ലിയാൽ അത് അവന് മുദ്രയടിക്കപ്പെട്ടതുപോലെയാണ്, സീലടിക്കപ്പെട്ടതുപോലെയാണ്, പ്രിന്റ് ചെയ്യപ്പെട്ടതുപോലെയാണ് എന്നൊക്കെ അർത്ഥം വരുന്ന വാചകമാണ് ഹബീബ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ സീലടിച്ച് വെച്ചതൊരിക്കലും നഷ്ടാവൂല, അത് നഷ്ടപ്പെടുന്നതല്ല. നാളെ മഹ്ശറയിൽ വലിയ പ്രതിഫലത്തിനായി അത് ബാക്കിയാകുന്നതാണ്. ദിക്റിന്റെ മജ്ലിസിൽ വെച്ചിട്ട് ഈ വാചകം ഒരാൾ ചൊല്ലിയാൽ. ഇനി ഒരാൾ അല്ലാത്ത ഒരു മജ്ലിസിൽ ചൊല്ലിയാൽ, കുറേ ഇരുന്ന് സംസാരിച്ച് ദുനിയാവിൻ്റെ കുറേ വിഷയം പറഞ്ഞ് അങ്ങനെയുള്ളതായ ഒരു മജ്ലിസിൽ ഒരാൾ ഇത് ചൊല്ലിയാൽ, ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ഒരാൾ സംസാരിച്ചിരിക്കുന്ന മജ്ലിസ് പിരിഞ്ഞിട്ട് പോകുമ്പോൾ ചൊല്ലിയാൽ, ആ മജ്ലിസിൽ എന്തെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ കൂടിയ സമയത്ത് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ വന്നു പോയതിന് അത് പൊറുക്കപ്പെടാൻ കാരണമാണ്, അതിനുള്ള കഫാറത്താണ് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതിൻ്റെ പ്രതിഫലം തീരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ തൻഫുലുൽ ഖതായ കമാ തൻഫുലു ശജറത്തു വറഖഹാ. ഇന്ന തീർച്ചയായും സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ്, വൽഹംദുലില്ലാഹ് എന്ന ദിക്റ്, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റ്, ഇത് മൂന്നും കൂട്ടി പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നതൊരാളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ തൻഫുലുൽ ഖതായ, അവന്റെ കുറ്റങ്ങളെല്ലാം ഉതിർന്നു വീണുപോകും. ഏതുപോലെ? കമാ തൻഫുലു ശജറത്തു വറഖഹാ, ഒരു മരം അതിൻ്റെ ഇലകളെ ഉതിർത്തുന്നത് പോലെ, ഒരു മരത്തിൻ്റെ ഇല ഇങ്ങനെ താണ് പോകുന്നത് പോലെ മനുഷ്യന്റെ ദോഷങ്ങൾ താണുപോകും. ഏത് ദിക്റ് ചൊല്ലിയാൽ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റ് ചൊല്ലിയാൽ. എന്നൊരാൾ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും 1000 നല്ലത് ചെയ്യാൻ കഴിയുമോ? 1000 നല്ല കാര്യങ്ങൾ ഓരോ നാളിലും ചെയ്യാൻ കഴിയുന്ന ആളാരാണ്? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കാണ്
ഓരോ നാളിലും 1000 നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിയുക. അങ്ങനെ കഴിയാത്തവൻ യുസബ്ബിഹുല്ലാഹ മിഅത തസ്ബീഹത്തിൻ, അല്ലാഹു തആലാക്ക് വേണ്ടി 100 തസ്ബീഹ് ചൊല്ലുക. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്നതാണ്. സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ ഒരാൾ 100 പ്രാവശ്യം പറഞ്ഞാൽ ഫയക്തുബുല്ലാഹു ലഹു ബിഹാ അൽഫ ഹസന, അവന് അതിൻ്റെ പേരിൽ 1000 ഹസനത്ത് എഴുതപ്പെടും. ഔ അല്ലെങ്കിൽ അവനെ തൊട്ട് 1000 ദോഷങ്ങൾ മായ്ക്കപ്പെടും. ഈ നന്മയാണ് അവന് കിട്ടാൻ പോകുന്നത്. ഒരാൾക്ക് ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ 1000 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ പറയുമ്പോൾ 1000 നന്മയുടെ പ്രതിഫലം, അല്ലെങ്കിൽ 1000 ദോഷങ്ങൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തആല ഇസ്തഫാ മിനൽ കലാമി അർബഅ, അല്ലാഹു തആല 4 വാക്കുകളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അപ്പോൾ അത് ചൊല്ലേണ്ട രൂപം എങ്ങനെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ, ഫമൻ ഖാല സുബ്ഹാനല്ലാഹ്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ കുതിബ ലഹു 20 ഹസന, അവന് 20 പ്രതിഫലം എഴുതപ്പെടും. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം പറയുമ്പോൾ 20 പ്രതിഫലമാണ് അല്ലാഹു തആല അവൻ എഴുതുന്നത്. വഹുത്ത അൻഹു 20 സയ്യിആ, അവനെ തൊട്ട് 20 ദോഷങ്ങളെ മായ്ക്കപ്പെടുന്നു. വമൻ ഖാല അല്ലാഹു അക്ബർ മിസ്ലു ദാലിക, ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അതേപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ 20 പ്രതിഫലം അവന് എഴുതപ്പെടുകയും 20 ദോഷങ്ങളെ അവനെ തൊട്ട് മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. വമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മിസ്ലു ദാലിക, അതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവനെ തൊട്ട് 20 ദോഷങ്ങൾ മായ്ക്കപ്പെടുകയും 20 പ്രതിഫലങ്ങൾ അവൻ എഴുതപ്പെടുകയും ചെയ്യുന്നു. വമൻ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദിക്ർ പറയുമ്പോൾ അല്ലാഹു തആല അവന് 30 പ്രതിഫലമാണ് നൽകുന്നത്, 30 ഹസനത്താണ് നൽകുന്നത്. അവനെ തൊട്ട് 30 സയ്യിഅത്തുകളെ, ദോഷങ്ങളെ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഓരോന്നും പറയുമ്പോൾ 20 ഹസനത്ത് എഴുതും, 20 ദോഷങ്ങളെ മായ്ക്കപ്പെടും. ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവന് 30 പ്രതിഫലം എഴുതുന്നതാണ്, 30 ദോഷങ്ങളെ മായ്ക്കുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക അലാ ഗിറാസിൻ ഹുവ ഖൈറും മിൻ ഹാദാ തഖൂലു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ യുഗ്റസു ലക ബികുല്ലി കലിമത്തിൻ മിൻഹാ ഷജറത്തുൻ ഫിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു ചെടി, ഒരു മരം, ഒരു തൈൻ്റെ മേൽ അറിയിച്ചു തരട്ടെയോ? അത് ഈ ദുനിയാവിനേക്കാളും ഖൈറാണ്. ഒരു തൈ, ഒരു ചെടി, അത് ഈ ദുനിയാവിനേക്കാളും നിങ്ങൾക്ക് ഖൈറാൻ.
അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? സഹാബികൾ ഓക്കെ വേണമെന്ന് പറഞ്ഞു. ബലാ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ യോറസുലക്ക നിനക്ക് വേണ്ടി നടപ്പെടും, ബികുല്ലി കലിമത്തിൻ ഓരോ കെലിമത്തിനും പകരമായിട്ട് നിനക്ക് നടപ്പെടും, മിൻഹ ഈ പറഞ്ഞ കെലിമത്തിൽ നിന്ന് ഓരോന്നിനും പകരമായിട്ട്, ഷജറത്തും ഫിൽ ജന്ന സ്വർഗത്തിൽ ഒരു മരം നടപ്പെടും, ഒരു ചെടി നടപ്പെടും. അപ്പൊ ഒരാൾ സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അവന് ഒരു മരം അല്ലാഹു തആല മുളപ്പിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു തആല മുളപ്പിക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു മുളപ്പിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം. ഇങ്ങനെ നോക്കിയാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ 4 മരങ്ങളാണ് സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി പടക്കുന്നത്. അപ്പൊ ദിക്റുകളെ കൊണ്ട് അല്ലാഹു തആല നമ്മളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുന്നതാണ്. ആ നിലക്ക് ആത്മാർത്ഥമായി ദിക്റ് ചൊല്ലാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലതിനു വേണ്ടി നല്ലത് ചൊല്ലാൻ നമ്മളുടെ നാവിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.